السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. നമ്മൾ ഇന്ന് പുതിയ ഒരു ക്രിയ, ഒരു വേർബുമായിട്ട് മുന്നോട്ട് പോവാണ്. നമ്മൾ കാലയും കാനയും കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ആണ് പഠിക്കാൻ പോണത് ഇൻഷാല്ല. നമുക്കറിയാം അർത്ഥം, കണ്ടു എന്ന് നമ്മൾ പറയുന്ന വാക്ക്. ഓക്കെ, മീനിങ് ടു സീ, കാണുക, അല്ലെങ്കിൽ ആലങ്കാരികമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിക്കാറില്ലേ, അതായത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്നുള്ള അർത്ഥത്തിൽ ടു അണ്ടർസ്റ്റാൻഡ്. അതാണ് റയുടെ മീനിങ് എന്ന് പറയുന്നത്. ഇനി അത് അറബി ഭാഷയിൽ ഉപയോഗിക്കപ്പെടുന്ന വേർബുകളിൽ, ഫേലുകളിൽ തേർഡ് കോമൺ ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന മൂന്നാമത്തെ കോമൺ വേർബാണ്. ആദ്യം നമ്മൾ കാലയും കാനയും കണ്ടു. മൂന്നാമത്തെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർബാണ് റ. അതേപോലെ 22nd കോമൺ വേർഡാണ്. ഓക്കെ, അറബിയിൽ യൂസ് ചെയ്യുന്ന കോമൺ വാക്കുകളിൽ 22ാമത്തെയാണ്. അർത്ഥം കാണുക, അല്ലെങ്കിൽ ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ മനസ്സിലാക്കുക. ഇനി നമ്മൾ കാനയ്ക്കും പാലയ്ക്കും ഒക്കെ സ്റ്റെമ്മുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു തണ്ട് ഉണ്ടാവും, എന്നിട്ട് അതിനോട് താവത്ത് സുക്കൂൻ അല്ലെങ്കിൽ താവത്ത് തൊമ്മ ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ കണ്ടു, നീ കണ്ടു, അങ്ങനെ അങ്ങനെ മാറ്റി എഴുതുന്നത് അല്ലേ. അപ്പം അതുപോലെ ഈ റയുടെ സ്റ്റെമ്മുകളാണ് റഐ, റഐ, പിന്നെ റ. ഇത്രയും റഐ, റ. നമുക്ക് അതിന്റെ കുറച്ച് ഫോമുകൾ എഴുതാം, സിംഗുലർ ആയിട്ടുള്ള ഫോമുകൾ ഇൻഷാ അല്ലാ. ആദ്യം നമ്മൾ ആദ്യം എഴുതിയത്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹീ സോ, അവൻ കണ്ടു. ഇനി റഅത്ത്, റഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷീ സോ, അവൾ കണ്ടു. ഇനി റഅയ്ത, റഅയ്ത മീനിങ് നീ കണ്ടു, പുല്ലിംഗം. ഓക്കെ, മാസ്കുലിൻ. അടുത്തത് റഅയ്തി, റഅയ്തി എന്ന് പറഞ്ഞാല് നീ കണ്ടു, ഫെമിനിൻ, സ്ത്രീലിംഗം. പിന്നെ റഅയ്തു, ഞാൻ കണ്ടു. റഅയ്തു പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കണ്ടു. അപ്പം റഅ അവൻ കണ്ടു, റഅത്ത് അവൾ കണ്ടു, റഅയ്ത നീ കണ്ടു, റഅയ്തി നീ കണ്ടു, സ്ത്രീലിംഗം, റഅയ്തു ഞാൻ കണ്ടു. നമ്മൾ പ്ലൂരൽസ് പിന്നെ പിന്നെ എടുക്കുന്നുള്ളൂ. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇത്രയും എന്നുള്ള ആ ഒരു ഫോമാറ്റിൽ ഫുള്ള് നമ്മൾ എടുക്കുന്നില്ല. ഓക്കെ, അപ്പം ഏകവചനം മാത്രം കണ്ടുപോവാണ്. അവൻ കണ്ടു, അവൾ കണ്ടു, നീ കണ്ടു, ഞാൻ കണ്ടു. പിന്നെ ഒന്ന് രണ്ട് വൊക്കാബുലറികൾ കൂടെ ആഡ് ചെയ്യാണ്. സുമ്മ, സുമ്മ നമുക്ക് മലയാളത്തിൽ പിന്നീട് എന്ന് പറയാറുണ്ട് അല്ലെ. ദെൻ, അല്ലെങ്കിൽ പിന്നെ, പിന്നീട് എന്നൊക്കെ. ഹുന, ഹുന മുന്നേ പറഞ്ഞു എന്ന് ഓർമ്മയില്ല. ഹുന ഇവിടെ, ഹിയർ.
ഹുനാക്ക അവിടെ. അപ്പം നമ്മൾ കാലയും ഇതുപോലെയൊക്കെ തന്നെയാണ് കണ്ടത്. കാലത്ത്, കുൽത്ത, അല്ലെ, കുൽത്തി, കുൽത്തു എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാനയ്ക്ക് നമ്മൾ അങ്ങനെ തന്നെയാണ് കണ്ടത്. ക്യാനത്ത്, കുൽത്ത, കുൻതി, കുന്തു, ക്യാന. അപ്പം അതേപോലെ അതൊരു സ്റ്റാൻഡേർഡ് നമ്മൾ മറ്റേ ഗ്രാമർ ടിപ്സ് തഫ്സീറിന്റെ ഭാഗമായിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഫുൾ ഫോമാറ്റിലേക്ക് നമ്മളിപ്പോൾ തൽക്കാലം പോണില്ല എന്നേ ഉള്ളൂ. കാരണം നമ്മൾ സെന്റൻസസ് ഒക്കെ അതിനനുസരിച്ച് മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്തിട്ട് വരുന്നുള്ളൂ ഇൻഷാ അല്ലാഹ്. ഇനി ഇതിന് 1-2 ഉദാഹരണങ്ങൾ ഖുർആനിൽ നോക്കാം. സൂറത്തു യൂസുഫില് 4-ാമത്തെ ആയത്ത് നമുക്ക് വളരെ പരിചയമുള്ള ഒരു ആയത്തായിരിക്കും അല്ലെ. ഇത് ഖാല യൂസുഫ് ലി അബീഹി യാ അബതി ഇന്നി റഅയ്തു. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലെ. ഇന്നി റഅയ്തു, ഞാൻ കണ്ടു. യൂസുഫ് അലൈഹി ഇസ്ലാം യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പറയാണ് ഇന്നി റഅയ്തു, ഞാൻ കണ്ടു. ഓക്കെ, ഇനി വേറൊരു ഉദാഹരണം നമുക്ക് ഇതേപോലെ പരിചയമുള്ള വേറൊരു ഉദാഹരണമാണ് സൂറത്ത് മാഊനിലുള്ളത്. ഓക്കെ, അറഅയ്ത അല്ലേ. അറഅയ്ത, റഅയ്ത, ആ എന്ന് പറയുന്നത് ചോദ്യം, ക്വസ്റ്റ്യൻ വാക്കാണ്. ഇല്ലേ, ഹല്ലിന്റെ പോലെ. ആ റഅയ്ത എന്ന് വെച്ചാൽ നീ കാണുന്നില്ലേ, ഹാവ് യു സീൻ, നീ കണ്ടില്ലേ. ഓക്കെ, റഅയ്തല്ലദി യുകദ്ദിബു ബിദ്ദീൻ, ആരാണ് ദീനിനെ കളവാക്കുന്നവനെ നീ കാണുന്നില്ലേ. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്തത് സൂറത്തു നജ്മില് 18-ാമത്തെ ആയത്ത്. ലഖദ് റഅ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര. റഅ, അവൻ കണ്ടു അല്ലെ. റഅ ഫസ്റ്റ് ഫോം. നിശ്ചയമായും ഹി സർട്ടൻലി സോ, സർട്ടൻലി ഹി സോ. ഓക്കെ, നിശ്ചയമായും അവൻ കണ്ടു. അപ്പം ഇതൊക്കെ ഇതേപോലെ റഅയുടെ കുറേ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഖുർആനിൽ നോക്കിയാൽ കാണും. സുബ്ഹാനല്ലാഹ്. ഇനി ഈ റഅ എന്ന് പറയുന്നത് നമ്മൾ കാലയും കാനയും ഒക്കെ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റഅ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ എടുക്കുന്ന ഒരു വേർബാണ്. ഓക്കെ, അതായത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കണ്ടു എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം ഉണ്ടാവും അല്ലെ. നമ്മൾ എന്താ ഞാൻ എന്തൊരു സാധനം, അതായത് ഈ ആ എന്ത് കണ്ടു എന്നുള്ളതിനുള്ള ഉത്തരമാണ് ഒബ്ജക്റ്റ്. ഓക്കെ, റഅ എന്താണ്, ആക്ഷൻ ആണ്, വേർബാണ്. റഅ എന്ന് പറഞ്ഞാൽ അതിനകത്ത് സബ്ജക്റ്റും കൂടെ വന്നു അല്ലെ. അവൻ കണ്ടു എന്നാണ് റഅ എന്ന് പറഞ്ഞാൽ. അപ്പം എന്ത് കണ്ടു എന്നുള്ള ഒരു വാക്കുണ്ടാവും, അതാണ് അതിന്റെ ഒബ്ജക്റ്റ്. അപ്പം ഉദാഹരണത്തിന് അവൻ വീട് കണ്ടു എന്നാണ് പറയുന്നത് വെച്ചാൽ, അപ്പം റഅ എന്ന് പറയുന്നതിൽ അവൻ എന്നുള്ള സബ്ജക്റ്റ് വന്നു, കണ്ടു എന്നുള്ള വേർബ് വന്നു, പ്ലസ് വീട് എന്ന് പറയുന്നതാണ് എന്ത്, ഒബ്ജക്റ്റ്. ഓക്കെ, മലയാളത്തിൽ പറയുന്ന കർത്താവ്, കർമ്മം, കർത്താവ്, ക്രിയ, കർമ്മം. ഓക്കെ, ക്രിയയാണ് ഈ ഒബ്ജക്റ്റ്, ഐ മീൻ കർമ്മമാണ് ഈ ഒബ്ജക്റ്റ്. ഇനി നമുക്ക് ഉദാഹരണം എഴുതാം, എന്നിട്ട് ആ ഒബ്ജക്റ്റിന് എന്താണ് ഒരു പ്രത്യേകത ഉള്ളത്, റഅയുടെ ഒബ്ജക്റ്റിന് എന്താ പ്രത്യേകത ഉള്ളത് എന്ന് നോക്കാം. ഒരു ഉദാഹരണം ഞാൻ എഴുതാം. റഅ അൽ വലതു അൽ ബൈത. ഓക്കെ, ശ്രദ്ധിക്കുക, റഅ ഇവിടെ വേർബാണ് അല്ലെ. വേർബിനകത്തൊരു ഹി ഓൾറെഡി ഉണ്ട്, പക്ഷെ ഇവിടെ അൽ വലതു എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ സബ്ജക്റ്റിന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് സബ്ജക്റ്റ് ആണ്, ഇത് വേർബാണ്, ഇത് ഒബ്ജക്റ്റ് ആണ്. എന്താണ് കണ്ടത് എന്നല്ലേ. ഓക്കെ, ഞാൻ ഇതിന് അല്ലാതെ തന്നെ എഴുതാം. സബ്ജക്റ്റ് പ്ലസ് വേർബാണത്. കാരണം ഈ വേർബിനകത്ത് ഹി എന്നുള്ള ഒരു സംഭവം ഒളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലെ. ഇത് പ്യോർലി സബ്ജക്റ്റ് ആണ്, ഇത് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ,
അപ്പം റഅയുടെ ഇതേപോലത്തെ ഉള്ള ട്രാൻസിറ്റീവ് വേർബ് എന്നാണ് ഇങ്ങനെയുള്ള വേർബിന് പറയാം. അതായത് ഇന്നത് കണ്ടു. അപ്പം നമ്മൾ കുടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കുടിച്ചു, അല്ലെ, ചായ കുടിച്ചു, അങ്ങനെയുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന വേർബുകൾക്കാണ് ട്രാൻസിറ്റീവ് വേർബ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. അതായത് ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ എടുക്കുന്ന വേർബുകൾ. ഓക്കെ, ട്രാൻസിറ്റീവ് ഈ വാക്കൊന്നും നിങ്ങൾ പഠിച്ചൊന്നും വെക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിന്റെ എറാബ് എന്തായിരിക്കും? മൻസൂബ് ആയിരിക്കും. ഫത്ഹ ഉണ്ടാവും. ഈ ഫഇല്, ഫാഇല്, മഫ്ഊൽ എന്ന് പറയും. ഓക്കെ, മഫ്ഊലും ബിഹി. ഓക്കെ, അറബിയിൽ എപ്പോഴും ഒരു ഒബ്ജക്റ്റ് അത് മൻസൂബിലാണ് ഉണ്ടാവുക. ആക്ച്വലി ഇതും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം എല്ലാ സെന്റൻസിലും ഖുർആനിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു മെജോറിറ്റി കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന വലിയൊരു ഗ്യാപ്പ് ഇതായിരുന്നു, ഈ മൻസൂബ് വരുന്നതിന്റെ റീസൺ. അതായത് ഒബ്ജക്റ്റിന് മൻസൂബാണ് വരിക എന്നുള്ളത്. പിന്നെ അതിനും പറഞ്ഞ പോലെ കുറെ സ്പെഷ്യൽ റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒബ്ജക്റ്റിന് മൻസൂബ വരിക എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് കണ്ടു കഴിഞ്ഞാൽ, മനസ്സിലാക്കി തന്നെ കഴിഞ്ഞാൽ തന്നെ ഖുർആനിൽ കുറേ കാര്യങ്ങളിലെ എറാബുകൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂളാണ്, മനസ്സിലാക്കി വെക്കുക. ഡയറക്റ്റ് ഒബ്ജക്റ്റ് എടുക്കുന്ന വേർബുകളുടെ ഒബ്ജക്റ്റ് എന്തായിരിക്കും? മൻസൂബ് ആയിരിക്കും. ഇനി ഇതൊരു പ്രൊനൗൺ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് കണ്ടത് ഏതെങ്കിലും ഒരാളെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തിനെയാണ്, പക്ഷെ അതിന് ഇസ്മായിട്ട് ഉപയോഗിക്കുന്നില്ല. അത് കണ്ടു അല്ലെങ്കിൽ അവനെ കണ്ടു എന്നാണ് പറയുന്നതെങ്കിൽ അത് നമുക്ക് ദൊമീർ മുത്തസിലായിട്ട് ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്താൽ മതി. അവിടെ പിന്നെ മൻസൂബിന്റെ പ്രശ്നം വരുന്നില്ല. നമ്മൾ അത് ഇതുവരെ അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ദൊമീർ മുത്തസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒബ്ജക്റ്റ് പ്രൊനൗൺ ആവുന്ന കേസിൽ, ഓക്കെ, ആവുന്ന കേസിൽ അവിടെ വേറെ മൻസൂബിന്റെ കൺസിഡറേഷൻ ഒന്നും വരുന്നില്ല. ഒരു എക്സാമ്പിൾ എഴുതാം. റ ആഹുൽ വലതു. റഅഹുൽ വലതു എന്താണ്? ആൺകുട്ടി. ദ ബോയ് സോ ഇറ്റ്. അതിനെ അല്ലെങ്കിൽ അവനെ എന്നും പറയാം കേട്ടോ. ഹൂ ആയതുകൊണ്ട് നമുക്ക് അറിയില്ല എന്തിനാണ് റെഫർ ചെയ്യുന്നത്. ദ ബോയ് സോ ഹിം, ദ ബോയ് സോ ഇറ്റ്. ഇനി അത് പെണ്ണാണെങ്കിൽ എങ്ങനെ എഴുതും? റഅത്ഹു അൽ ബിന്തു. റഅത്ഹുൽ ബിന്തു, ദ ഗേൾ സോ ഇറ്റ്. ഇതിന് ഖുർആനിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. സൂറത്ത് ഫുർഖാനിൽ 12-ാമത്തെ ആയത്ത്. ഇദാ റഅത്ഹും, ഓക്കെ, റഅത്ഹും സീസ് ദം. ഓക്കെ, അവരെ അല്ലെങ്കിൽ അതിനെ അവയെ കണ്ടു. റഅത്ത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ റഅയുടെ അവൾ കണ്ടു ഫോമാറ്റ് ആണ്. ഓക്കെ, ഇവിടെ എന്തിനാണ് റെഫർ ചെയ്യുന്നത് നമ്മൾ പറയുന്നില്ല, നമ്മൾ മനസ്സിലാക്കാൻ പോണില്ല. ഹും അവയെ കണ്ടു അല്ലെങ്കിൽ അതിനെ കണ്ടു എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തതൊരു ഡ്രില്ലാണ്. ഞാൻ അതിന് സ്പേസ് ഇടാം. ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് തരാം. അടുത്ത കോൺസെപ്റ്റ് എന്താ നോക്കാം. നമ്മൾ മുമ്പ് ഇസ്മ മൗസൂൽ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഈ ഒരു ലെസന്റെ സ്റ്റാർട്ടിങ്ങിൽ എന്താ ഇസ്മ മൗസൂൽ എന്ന് ഓർത്തെടുത്ത്?
അല്ലതി അല്ലേ, അല്ലതി, അല്ലത്തി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതില് അതിന്റെ പ്ലൂറൽസ് നമ്മൾ അന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അല്ലതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിംഗുലർ ആയിരുന്നു അല്ലെ. അല്ലതി സിംഗുലർ ആണ്, മാസ്കുലിൻ ആണ്, പുല്ലിംഗം ഏകവചനം. അതിന്റെ തന്നെ അല്ലത്തി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സിംഗുലർ ആണ്, ഫെമിനിൻ ആണ്, സ്ത്രീലിംഗ ഏകവചനത്തിനാണ് നമ്മൾ ഈ ഇത് യൂസ് ചെയ്യുന്നത്, അല്ലതിയും അല്ലതിയും. ഇനി ഇതിന്റെ പ്ലൂറൽസ് അല്ലദീന, വളരെ കോമൺ ആയിട്ട് നമ്മൾ ഖുറാനിൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണത് അല്ലെ. അതേപോലെ അല്ലാത്തി, അല്ലാത്തി അല്ലെങ്കിൽ ഇതിനെ അല്ലായി എന്നും പറയും കേട്ടോ. ഇതെന്താണ്? പ്ലൂരൽ മാസ്കുലിൻ, പ്ലൂരൽ ഫെമിനിൻ. അല്ലതി, അല്ലദീന, അല്ലത്തി, അല്ലാത്തി അല്ലെങ്കിൽ അല്ലായി. അല്ലദീനന്റെ ഉദാഹരണങ്ങൾ ഖുർആൻ നിറയെ ഉണ്ട് അല്ലെ. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഞാൻ അല്ലാത്തിന്റെ ഒരു ഉദാഹരണം കാണിക്കാം, അല്ലെങ്കിൽ അല്ലായി എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കാണിക്കാം. സൂറത്തു നിസായില് 23. ഉമ്മഹാത്തുക്കും അല്ലാത്തി. ഓക്കെ, ഇവിടെ ഉമ്മഹാത്തുക്കും അല്ലാത്തി, ഉമ്മഹാത്ത് അല്ലെ. എന്താണ്? ഉമ്മഹാത്ത് എന്ന് പറയുമ്പോൾ ഉമ്മമാരുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അല്ലാത്തി അവർ. ഓക്കെ, അപ്പം സ്ത്രീകളുടെ ബഹുവ വിച്ച് അല്ലെങ്കിൽ ദോസ് വിച്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അല്ലാത്തി എന്നാണ് ഉപയോഗിക്കുക. പുരുഷന്മാരാണെങ്കിൽ അല്ലദീന എന്ന് ഉപയോഗിക്കും. ഇവിടെ വേറെയും വരുന്നുണ്ട്. ഉമ്മഹാത്തു നിസായിക്കും റബാഇബുക്കും അല്ലാത്തി, ഹുറൂജിക്കും നിസായിക്കും അല്ലാത്തി. അപ്പം എവിടെയൊക്കെ സ്ത്രീലിംഗ ബഹുവചനം വരുന്നോ അവിടെ ഇസ്മു മൗസൂല് വരുമ്പം അത് അല്ലാത്തി എന്നാണ് വരിക. ഇനി അല്ലായി ഉള്ള ഒരു ഉദാഹരണം സൂറത്ത് ത്വലാഖില് 4-ാമത്തെ ആയത്ത്. വല്ലായി യസ്ന. ഓക്കെ, വല്ലായി യസ്ന. ഇവിടെ സ്ത്രീകളുടെ ഇദ്ദയെ കുറിച്ച് പറയാണ്. ഓക്കെ, വീണ്ടും സ്ത്രീകളെയാണ് റെഫർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അല്ലായി സ്ത്രീലിംഗ ബഹുവചനം. ഓക്കെ, ഇത് മെനോപോസ് ഉള്ള സ്ത്രീകളുടെ ഇദ്ദയെ കുറിച്ച് പറയുന്ന ആയത്താണിത്. സുബ്ഹാനല്ലാഹ്. അപ്പം അല്ലായി, അപ്പം അല്ലാത്തി അല്ലെങ്കിൽ അല്ലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇസ്മു മൗസൂല് ഫെമിനിൻ പ്ലൂറൽ. ഇൻഷാല്ലാഹ് ഇവിടെയും നമുക്കൊരു ഡ്രില്ല് വരുന്നുണ്ട് ഇൻഷാല്ലാഹ്. ഇനി അടുത്തത് ഫെമിനിൻ സിംഗുലർ ഫോം നോൺ ഹ്യൂമന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഏത് കേസിലും നമ്മൾ ഇത് പഠിക്കുന്നുണ്ട് കേട്ടോ. ഫെമിനിൻ സിംഗുലർ. എക്സാമ്പിൾ എഴുതിയിട്ട് പറയാം, അപ്പൊ കുറച്ചും കൂടെ എളുപ്പമാവും. ഐനൽ കുത്തുബു അല്ലത്തി, സിംഗുലർ ഫെമിനാണ്. ലിഹാദൽ ഫസ്ലി. ഐനൽ കുത്തുബു വേർ ആർ ദ ബുക്സ്. കുത്തുബാണ്, പ്ലൂറൽ ആണ്. പക്ഷെ അല്ലാത്തി അല്ലെങ്കിൽ അല്ലദീന വന്നിട്ടില്ല. കുത്തുബ് പുല്ലിംഗ ബഹുവചനാണ് അല്ലെ. കുത്തുബ് എന്ന് പറയുന്നത് മെയിലാണ്, പ്ലൂറൽ ആണ്.
പക്ഷേ നോൺ ഹ്യൂമൻ ആണ്. അതുകൊണ്ട് തന്നെ അതിന് ഉപയോഗിക്കുന്ന ഇസ്മ മൗസൂല് എന്തായിരിക്കും? സിംഗുലർ ഫെമിനിൻ ആയിരിക്കും. ഓക്കെ, അപ്പം വേർ ആർ ദ ബുക്സ് വിച്ച് belong to this class? لهذا belong to this class. ഈ ക്ലാസിന്റെ ബുക്സ് എവിടെയാണ്? അപ്പം ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ ഖുർആനിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ സൂറത്ത് ഹജ്ജില് 46-ാമത്തെ ആയത്ത്. ലാസ്റ്റിൽ കണ്ടോ? വലാക്കിൻ തഅമ അൽ ഖുലൂബു അല്ലത്തി. അല്ലാത്തി അല്ല, അല്ലദീന അല്ല. കാരണം കുലൂബ് നമുക്കറിയാം കൽബ് അല്ലെ, സിംഗുലർ മെയിലാണ്. കുലൂബ് പ്ലൂറൽ മെയിലാണ്. പക്ഷേ ഇസ്മു മൗസൂൽ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലത്തിയാണ്, സിംഗുലർ ഫെമിനിൻ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കുക ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത് വീണ്ടും നമുക്കൊരു ഡ്രില്ല് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഗ്യാപ്പ് വിടാണ്. ക്യാനയുടെ പ്ലൂറൽസ് നമ്മൾ ക്യാന പഠിച്ചപ്പോൾ ഇപ്പോൾ പഠിച്ച പോലെ സിംഗുലേഴ്സ് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ ക്യാനയുടെ പ്ലൂറലുകൾ എഴുതാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. ക്യാനു, ക്യാനു. ഇവിടെ വീണ്ടും ക്യാൻ ആണ് അതിന്റെ സ്റ്റെമ്മ്. അതിന് വാവ് ആഡ് ചെയ്തിട്ടാണ്, വാവ് അലിഫ് ആഡ് ചെയ്തിട്ടാണ് അതിനെ പ്ലൂറൽ ആക്കുന്നത്. ക്യാനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വേർ, അവർ ആയിരുന്നു, പുല്ലിംഗം. ഓക്കെ, നെക്സ്റ്റ് കുന്ന. വീണ്ടും ദേ വേർ സ്ത്രീലിംഗം, അവർ ആയിരുന്നു സ്ത്രീലിംഗം. നെക്സ്റ്റ് കുന്ന. കുന്നയും കുന്നായും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും ഓർത്തു വെക്കണം. വി വേർ, കുൻ പ്ലസ് നൂൻ നാ ആണ് കുന്ന. രണ്ട് നൂൻ വന്നതുകൊണ്ടാണ് നൂൻ മുഷദ്ദദ ആയത്. ഓക്കെ, വി വേർ. നെക്സ്റ്റ് കുൻതും. കുൻതും എന്താണ്? യു വേർ പുല്ലിംഗം അല്ലെ, നിങ്ങൾ ആയിരുന്നു പുല്ലിംഗം. കുൻതുന്ന, യു വേർ ഫീമെയിൽ, നിങ്ങൾ ആയിരുന്നു സ്ത്രീലിംഗം. അപ്പം ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ക്യാനു എഴുതുമ്പം ഇവിടെ ഒരു എക്സ്ട്രാ അലിഫ് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ഈ അലിഫ് എന്താണ്? എഴുത്തിന്റെ അറബിയിലെ എഴുത്തിന്റെ കൺവെൻഷന്റെ ഭാഗമാണ്. പ്രൊനൗൺസിയേഷനിൽ യാതൊരു റോളും അതിനില്ല. ഓക്കെ, പക്ഷെ എഴുതുമ്പോൾ ക്യാനുവിന്റെ കൂടെ ഒരു അലിഫും കൂടെ എഴുതും. അറബിയിൽ ഇതുപോലത്തെ കുറച്ച് ഉദാഹരണങ്ങളുണ്ട്. എഴുതും പക്ഷെ പ്രൊനൗൺസ് ചെയ്യൂല. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ ക്യാനു. ഇനി ഇതിനുള്ള ഒരു ഉദാഹരണം സൂറത്ത് ഖസസിലുണ്ട്. കുറേ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും, എന്നാലും കാണിക്കാണ്. സൂറത്ത് ഖസസില് അവസാനം കണ്ടോ? ഇന്നഹും കാനു ഖൗമൻ ഫാസിഖീൻ. ഫാസിഖീൻ, ഇന്ന ഹും അല്ലെ, ഹും അവരാണ്, നിശ്ചയമായും അവർ. കാനു അവർ, അപ്പം അവർ ആയിരുന്നു. ദേ വേർ എന്ന് പറയുമ്പം കാനു. ഇനി അടുത്തത് സൂറത്ത് നിസായില് കുന്ന, ഈ ഭാഗം കണ്ടോ? കുന്ന നിസാഅൻ
ഫൗഖസ്നതൈനി. അപ്പം ദേ വേർ, ഇവിടെ എന്താണ്, സ്ത്രീകളെയാണ് റെഫർ ചെയ്യുന്നത്. ഓക്കെ, അവർ ആയിരുന്നു എന്നുള്ളത് ഇഫ് ദേ വേർ, സ്ത്രീകളെ റെഫർ ചെയ്യുന്നത് കൊണ്ട് എന്താണ് കുന്ന. മറ്റേത് ഹും എന്ന് പറയുന്നത് പുരുഷന്മാരാണ്, അതുകൊണ്ട് കാനു. ഇനി സൂറത്ത് അങ്കബൂത്തില് ഇന്ന കുന്ന മഴക്കും. ഓക്കെ, നിശ്ചയമായും ഞങ്ങൾ, കുന്ന വി വേർ. ഓക്കെ, വി വേർ ഞങ്ങൾ. മറ്റേത് കുന്നയായിരുന്നു, ദേ വേർ സ്ത്രീലിംഗ ബഹുവചനായിരുന്നു. ഇത് വി വേർ എന്താണ്, ഞങ്ങളാണ് അല്ലെ. അപ്പം കുന്ന. ഇനി സൂറത്ത് ഹൂദില് 13-ാമത്തെ ആയത്ത്. ഇതൊക്കെ നിങ്ങൾക്കും വേറെ വേറെ ഉദാഹരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. കാരണം കാന നമുക്ക് അത്രയും സ്പ്രെഡ് ആയിട്ട് ഖുർആനിലുടനീളം കാണാൻ പറ്റുന്ന ഒരു വേർബാണ്. ലാസ്റ്റ് ഇവിടെ ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ അല്ലെ. അത് എന്താണ്, മുഷിക്കുകളെ റെഫർ ചെയ്തിട്ടാണ് പറയുന്നത്. നിങ്ങൾ സത്യസന്ധന്മാരായിരുന്നെങ്കിൽ, കുൻതും നിങ്ങൾ ബഹുവചനം. ഇനി അതേപോലെ സ്ത്രീകളെ റെഫർ ചെയ്യുന്ന, നിങ്ങൾ എന്ന് റെഫർ ചെയ്യുന്ന വേറൊരു ഉദാഹരണം സൂറത്ത് അഹ്സാബിലുണ്ട്. സെക്കൻഡ് ലൈനിൽ കാണാം, യാ അയ്യുഹൻ നബിയു ഖുൽ അസ്വാജിക ഇൻ കുൻതുന്ന, ഇൻ കുൻതുന്ന തുരിദ്ന. സ്ത്രീകളോട് പറയാണ് എന്താണ്, നിങ്ങളുടെ ഭാര്യമാരോട് പറയാൻ വേണ്ടിയിട്ട് പറയാണ്, ഇൻ കുൻതുന്ന നിങ്ങൾ ആയിരുന്നെങ്കിൽ, തുരിദിന ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, അപ്പം അവിടെ നിങ്ങൾ സ്ത്രീകൾ എന്നുള്ള അർത്ഥത്തിൽ കുൻതുന്ന. അപ്പൊ നമ്മൾ കുൻതുന്ന കണ്ടു, കുൻതും കണ്ടു, കുന്ന കണ്ടു, കുന്ന കണ്ടു, ക്യാനു കണ്ടു അല്ലെ. ഇതിനൊക്കെ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് വീണ്ടും നമുക്കൊരു ഡ്രില്ലാണ് ഇൻഷാ അല്ലാഹ്. ഇനി അത് കഴിഞ്ഞിട്ട് വേർബ് സബ്ജക്റ്റ് ഓർഡർ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്, എന്നാലും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതിനെ ഒന്നും കൂടെ നമ്മൾ എടുത്ത് പറയാണ് ഇൻഷാ അല്ലാഹ്. ഇപ്പൊ വരുന്ന അധിക കാര്യങ്ങളും നിങ്ങൾക്ക് റൂൾസ് ഒക്കെ റിപ്പീറ്റേഷൻ ആണ്, പക്ഷെ ഓരോ കോണ്ടെക്സ്റ്റിൽ പറയേണ്ടതുകൊണ്ട് പറയുന്നേ ഉള്ളൂ. അപ്പം അറബിയിലെ നോർമൽ ഓർഡർ എന്ന് പറയുന്നത് വേർബ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം വേർബ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ ഒബ്ജക്റ്റ് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കേസിൽ, അതായത് വേർബ് ആദ്യം വരുമ്പം സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിലും, ഓക്കെ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂരൽ ആണെങ്കിലും സിംഗുലർ ആണെങ്കിലും പ്ലൂരൽ ആണെങ്കിലും വേർബ് എന്തായിരിക്കും, സിംഗുലർ ആയിരിക്കും, വേർബ് ആദ്യം വരുന്ന കേസിൽ. ഓക്കെ, ഒരു ഉദാഹരണം എഴുതാം. ഖാലത്തിൻ നിസാഉ, ഇന്നഹുന്ന ഖാദിമാത്തുൻ. ഖാലത്തിൻ നിസാഉ ഇന്നഹുന്ന ഖാദിമാത്തുൻ. ഇവിടെ നിസ എന്ന് പറയുന്നത് സ്ത്രീകളാണ്, വിമൻ ആണ്, പ്ലൂരൽ ആണ്. പക്ഷെ കാലത്ത് എന്ന് പറയുന്നത് സിംഗുലർ വേർബാണ് അല്ലെ. കുൽന എന്നുള്ളത് ഇവിടെ ഉപയോഗിക്കുന്നില്ല. ശരിക്കും അവർ സ്ത്രീകൾ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുൽന ആണ് വേണ്ടത്. ഓക്കെ, പക്ഷെ ഇവിടെ സിംഗുലർ ആണ് ഉപയോഗിക്കുന്നത്, കാരണം ആദ്യം വേർബ് വന്നത്, വേർബ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്നുള്ള ഓർഡറിൽ, ഓക്കെ, വേർബ് സബ്ജക്റ്റ് എന്നുള്ള ഓർഡറിൽ വന്നത് കൊണ്ടാണ്. അതിന്റെ മീനിങ് ഞാൻ ജസ്റ്റ് എഴുതാം. ദ വിമൻ സെറ്റ്, ഇവിടുത്തെ ഇന്ന എന്താണ്, ദാറ്റ് ദേ ആർ കമ്മിങ്. ഓക്കെ, ഇതിന്റെ തന്നെ ഒരു പുല്ലിംഗത്തിന്റെ ഉദാഹരണം എഴുതാം. കോലർ റിജാലു, ഇന്നഹും ഖാദിമൂൻ.
ഓക്കെ, ഇവിടെയും ഈ പറഞ്ഞ പോലെ ഇത് പ്ലൂറലാണ് അല്ലെ, സബ്ജക്റ്റ് പ്ലൂറൽ ആണ്, പക്ഷെ വേർബ് എന്താണ്, സിംഗുലർ ആണ്, കാരണം വേർബ് ആദ്യം വരുന്നത് കൊണ്ട്. ദ മെൻ സെഡ് ദാറ്റ് ദേ ആർ കമ്മിങ്. ദ മെൻ റിജാല് റജുലിന്റെ പ്ലൂറൽ ആണ്. ദാറ്റ് ദേ ആർ കമ്മിങ്. ഇനി ഇത് തിരിച്ചും വരാം. ആദ്യം നമ്മൾ വേർബ് സബ്ജക്റ്റ് ഓർഡർ ആണ്, പക്ഷെ ചില കേസിൽ സബ്ജക്റ്റിന് കുറച്ചും കൂടെ ഒരു ഊന്നൽ കൊടുക്കേണ്ട കേസിൽ വരുമ്പോൾ അത് തിരിച്ചു വരാം. എങ്ങനെയാണ് വെച്ചാൽ സബ്ജക്റ്റിന് ആദ്യം പിന്നെ വേർബ്. ഓക്കെ, ഒബ്ജക്റ്റിന് അവിടെ ഈ കേസിൽ തിരിച്ചും വരാം, ഇപ്പുറത്തും വരാൻ പറ്റും. അപ്പം ഇവിടുത്തെ ഉദ്ദേശം എന്താണ്, സബ്ജക്റ്റിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടി, സബ്ജക്റ്റിന് ഒരു ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഉദാഹരണം, അൽ വലതു ഖാന തോലിബൻ. ഓക്കെ, അവിടെ അൽ വലതു ഖാന തോലിബൻ എന്ന് പറയുമ്പോൾ അത് അവിടെ വലതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം സബ്ജക്റ്റ് ആണ് എഴുതുന്നത്. ഓക്കെ, അൽ വലതു ഖാന തോലിബൻ. ദ ബോയ് ഹി വാസ് എ സ്റ്റുഡന്റ് അല്ലേ, ദ ബോയ്. അപ്പം അവിടെ ആ ബോയ്ക്ക് ഒരു പ്രിഫറൻസ് എക്സ്ട്രാ കൊടുക്കണം. ഇനി ഈ കേസിൽ അതായത് സബ്ജക്റ്റ് ആദ്യം വരുന്ന കേസിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് പ്ലൂറൽ ഹ്യൂമൻ ആണെന്നുണ്ടെങ്കിൽ എഴുതാം സബ്ജക്റ്റ് വേർബ് കേസ്. ഇതിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആദ്യം സബ്ജക്റ്റ് പിന്നെ വേർബ്, വേർബും പ്ലൂറൽ ആയിരിക്കണം. അത് അഗൈൻ സബ്ജക്റ്റ് ഹ്യൂമൻ ആണെങ്കിൽ കേട്ടോ. ഉദാഹരണം നോക്കാം. അൽ ഔലാദു കാനു തുല്ലാബൻ في هذه الجامعة. القديمة. الأولاد كانوا طلابا في هذه الجامعة القديمة. ഇവിടെ അൽ ഔലാദു ആദ്യം സബ്ജക്റ്റ് ആണ്, പ്ലൂറൽ ആണ്, ഹ്യൂമൻ ആണ് അല്ലേ. ഇവിടെ വേർബ് പ്ലൂറൽ ആണ്. ഇതിന് തിരിച്ചാണെങ്കിലോ, ഔലാദ് സെക്കൻഡ് പൊസിഷനിലാണ് വന്നതെങ്കിൽ കാനൽ ഔലാദു എന്നാ വരാം. ഇവിടെ ഔലാദ് സബ്ജക്റ്റ് ആദ്യം വന്നതുകൊണ്ട് അൽ ഔലാദു കാനു. ഓക്കെ, ഇനി ഇത് തന്നെ നോൺ ഹ്യൂമൻ. ഓക്കെ, നോൺ ഹ്യൂമൻ പ്ലൂറൽ ആദ്യം വരാണെന്ന് വെച്ചോ. അതിനൊരു ഉദാഹരണം നോക്കാം. അതായത് സബ്ജക്റ്റ് വേർബ്, സബ്ജക്റ്റ് പ്ലൂറൽ ആണ്, നോൺ ഹ്യൂമൻ ആണെങ്കിൽ വേർബ് എന്തായിരിക്കും, സിംഗുലർ ഫെമിനിൻ ആയിരിക്കും. എക്സാമ്പിൾ നോക്കാം. അൽ കുത്തുബു കാനത്ത് അല ത്വാവിലത്തി. The books were on the table. ഇവിടെ ബുക്സ് എന്ന് പറയുന്നത് എന്താണ്, സബ്ജക്റ്റ് ആണ്, പ്ലൂറൽ ആണ്, നോൺ ഹ്യൂമൻ ആണ്, പ്ലസ് മാസ്കുലിൻ ആണ് അല്ലേ. ഇവിടെയും ഈ പറഞ്ഞ പോലെ ഇത് മാസ്കുലിൻ ആണ്, ഇവിടുത്തെ പ്ലൂറലും മാസ്കുലിൻ ആണ്. പക്ഷെ ഇവിടെ അതായത് വേർബും മാസ്കുലിൻ ആണ്. ഇവിടെ വേർബ് എന്താവും, സിംഗുലർ ഫെമിനിൻ. ഈ ഡിഫറൻസ് നല്ലോണം ഓർത്ത് വെക്കാം. The books were on the table. Okay.
ഇനി ഇതിന് തന്നെ വേറൊരു ഫീമെയിൽ എക്സാമ്പിളും കൂടെ എഴുതാം. അശ്ശരിക്കാത്തു. കാനത്ത് ഫിൽ ഹിന്ദി. ദ കമ്പനീസ്. ഓക്കെ, കമ്പനീസ് എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീലിംഗം, ഫീമെയിൽ ആണ്, സബ്ജക്റ്റ് ആണ്, പ്ലൂരൽ ആണ്, നോൺ ഹ്യൂമൻ ആണ്. ഓക്കെ, അപ്പം വേർബ് എന്താണ്? സിംഗുലർ ഫെമിനിൻ. അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്തിനാണ്? നോൺ ഹ്യൂമൻ വന്നതുകൊണ്ടാണ് അല്ലെ? നോൺ ഹ്യൂമൻ വന്നതുകൊണ്ടാണ് ഈ രണ്ട് കേസിലും ഇത് സിംഗുലർ ഫെമിനിൻ ആവാൻ കാരണം. ഉദാഹരണങ്ങൾ നോക്കാം ഖുർആനിൽ നിന്ന്. സൂറത്ത് ഇൻസാൻ, ഞാൻ അത് കാണിക്കുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു ആയത്തായിരിക്കും. അക്വാബിൻ കാനത്ത് ഖവാരീറ. ഓക്കെ, അക്വാബിൻ കപ്പുകൾ. കാനത്ത്, അക്വാബ് എന്ന് പറയുന്നത് പുല്ലിംഗ ഏകവചനാണ്. പക്ഷെ കാനത്ത് സ്ത്രീലിംഗ അക്വാബ് പുല്ലിംഗ ബഹുവചനം. കാനത്ത് എന്ന് പറയുന്ന വേർബ് സ്ത്രീലിംഗ ഏകവചനം. 76:15. അക്വാബിൻ കാനത്ത് ഖവാരീറ. ഇനി ഈ കേസിലൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എഴുതിയിട്ടുണ്ട് അല്ലെ? അൽ ഔലാദു, അൽ കുത്തുബു, അശ്ശരിക്കാത്തു. ഇനി സെപ്പറേറ്റ് സബ്ജക്റ്റ് ഇല്ലാതെ ജസ്റ്റ് കാനയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് വരാറുണ്ട് അല്ലെ? അതിന് ഒരു ഉദാഹരണം എഴുതാം. കുന്ന, ഞങ്ങൾ. ഓക്കെ, കുന്ന ഇൻദ അൽ മത്താരി. കുന്ന ഇൻദൽ മത്താരി. ഈ കേസിൽ നമുക്ക് വേറെ റൂളൊന്നും നോക്കാനില്ല. അത് നമ്മളെപ്പോഴും പറയണം അല്ലേ? അതായത് ദമീർ മുത്തസിലിന്റെ കേസിൽ നമുക്ക് അവിടെ മാറ്റി എഴുതാനും മീൻസ് വേറെ റൂളുകളൊന്നും ഇറാബ് മാറ്റാനും ഒന്നും വരൂല. അപ്പം കുന്ന ഇൻദൽ മത്താരി, ദേ വേർ, അവര് സ്ത്രീകള് മത്താറിന്റെ അടുത്ത് ആയിരുന്നു, എയർപോർട്ടിന്റെ അടുത്തായിരുന്നു അല്ലെങ്കിൽ എയർപോർട്ടിലായിരുന്നു. ഇനി അതേപോലെ തന്നെ അല്ല, സോറി, കുന്ന എന്ന് പറയുമ്പോൾ ഞങ്ങൾ. ഓക്കെ, വി വേർ അറ്റ് ദി എയർപോർട്ട്. ഇനി കുന്ന മഅൽ മുദീറ. the women were with the headmistress. ഇത് കുന്ന, മറ്റേത് കുന്ന. ഇതിന് ഓക്കെ. ഇനി അടുത്തത് ഒരു ഡ്രില്ലാണ്. അപ്പം ഇത്രയാണ് ഇന്ന് നമുക്ക് ഇത്രയും നോക്കിയാൽ മതി. ബാക്കി ഞാൻ ഡ്രില്ല് തരാം. ഇനി ഞാൻ ഡ്രില്ല് തരുമ്പം ചെറിയൊരു ഡിഫറൻസിൽ തരാം. കാരണം ട്രാൻസ്ലേഷൻ എന്നുള്ളതിന് ഒഴിവാക്കിയിട്ട് അറബിക് സെന്റൻസസ് തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നിട്ടുള്ളത് എന്നുള്ളത്, എറാബോ അങ്ങനെ ഏതെങ്കിലും ഒരു റൂള് വെച്ചിട്ട് എന്തുകൊണ്ട്, അപ്പൊ അതിന് ആൻസർ ചെയ്യുന്ന പോലെ തരാം. കാരണം ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പം ഈ സെന്റൻസസിലൊക്കെ ട്രാൻസ്ലേഷനിലേക്ക് പോകുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സെന്റൻസ്, വലിയ സെന്റൻസുകളാണ്. അപ്പം നിങ്ങൾ എഴുതിയ അതേപോലെ ആയിരിക്കില്ല ആൻസർ വരുന്നത്. നമുക്ക് അതേ കാര്യം വേറെ രീതിയിലും എക്സ്പ്രസ് ചെയ്യാം. ലാംഗ്വേജിൽ വേറെ വാക്കുകൾ ഉപയോഗിച്ച് വേറെ രീതിയിൽ ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു കൺഫ്യൂഷനും അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു പ്രശ്നമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സെന്റൻസസ് തന്നിട്ട് വൈ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ റൂള് വന്നു എന്നുള്ള പോലെ, അല്ലെങ്കിൽ സെന്റൻസിനെ കറക്റ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ ആക്കിയിട്ട് ചെറിയൊരു ട്വിസ്റ്റിൽ ഡ്രില്ല് തരാം ഇൻഷാല്ലാ. ഓക്കെ, അപ്പം ഇന്ന് കണ്ട കാര്യം ഒന്നും കൂടെ ക്വിക്കായിട്ട് പറഞ്ഞിട്ട് പോവാം. നമ്മൾ എന്നുള്ള പുതിയൊരു വേർബാണ് കണ്ടത്. കാണുക അല്ലെങ്കിൽ ആലങ്കാരികമായിട്ട് പറയണ്ട മനസ്സിലാക്കുക. ഓക്കെ, മൂന്നാമത്തെ കോമൺ വേർബാണ് അറബിയിൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ 22ാമത്തെ കോമൺ വേർഡുമാണ്. റഅയുടെ സ്റ്റെമ്മുകൾ റഅ എന്നുള്ളതാണ്. ഓക്കെ, റഅ അവൻ കണ്ടു, റഅത്ത് അവൾ കണ്ടു, റഅയ്ത നീ കണ്ടു, റഅയ്തി നീ കണ്ടു, ഫീമെയിൽ, റഅയ്തു ഞാൻ കണ്ടു. പിന്നെ നമ്മൾ കണ്ടത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് എടുക്കുന്ന ഒരു വേർബാണ് അല്ലെ? എന്താണ് കണ്ടത് എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, അതായത് മഫ്ഊൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? മൻസൂബ് ആയിരിക്കും.
ഇനി റയുടെ കൂടെ ഒബ്ജക്റ്റ് ആയിട്ട് ലമീർ മുത്തസിലാണ് വരുന്നതെങ്കിൽ അത് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്ത് പോകും. അവിടെ വേറെ റൂൾസ് കാര്യങ്ങളൊന്നും ഇല്ല ഇൻഷാ അല്ലാഹ്. പിന്നെ ഇസ്മ മൗസൂൽ അല്ലദീയുടെയും അല്ലത്തിയുടെയും പ്ലൂറൽസ് നമ്മൾ കണ്ടു. അല്ലദീന, അല്ലദീടത് അല്ലദീന, അല്ലത്തീടത് അല്ലാത്തി, അല്ലായി. ഇതിനൊക്കെ ഖുർആനിൽ നിന്ന് എക്സാമ്പിൾസും കണ്ടു. ഞാൻ നോട്ട്സിൽ വേണമെങ്കിൽ ഖുർആനിലെ എക്സാമ്പിൾസിന്റെ റെഫറൻസ് ഇടാം. ഓക്കെ ഇൻഷാ അല്ലാഹ്. പിന്നെ ഫെമിനിൻ സിംഗുലർ വരുമ്പം അതായത് നോൺ ഹ്യൂമൻ പ്ലൂറൽസ് വരുമ്പം ഫെമിനിൻ സിംഗുലർ ആവുന്നത് ഇസ്മ മൗസൂലിന്റെ കേസിൽ. അൽ കുത്തുബു എന്ന് പറയുന്ന നോൺ ഹ്യൂമൻ പ്ലൂറൽ ആണ്, മെയിലാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫെമിനിൻ സിംഗുലർ ആയിട്ടുള്ള അല്ലത്തി ആണ്. അല്ലാത്തി അല്ല, അല്ലാത്തി പ്ലൂറൽ ആണ്, അല്ലത്തി. എക്സാമ്പിൾസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാനയുടെ പ്ലൂറലുകൾ നമ്മൾ കണ്ടു. ക്യാനു, കുന്ന, കുന്ന, കുന്തും, കുന്തുന്ന എക്സാമ്പിൾസ് ഡ്രില്ല് വരുന്നുണ്ട്. പിന്നെ വേർബ് സബ്ജക്റ്റ് എഗ്രിമെന്റ്. നോർമൽ ഓർഡർ എന്ന് പറയുന്നത് വേർബ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പം വേർബ് സിംഗുലർ ആണെങ്കിൽ, അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും വേർബ് എന്തായാലും സിംഗുലർ ആയിരിക്കും. ഏത് കേസിൽ? ആദ്യം വേർബ് വരുന്ന കേസിൽ. ഇനി വേർബ് രണ്ടാമത് വരുന്ന, അതായത് സബ്ജക്റ്റ് ആദ്യം വരുന്ന കേസ്, അങ്ങനെയുള്ള കേസസ് ഇതാണ് നോർമൽ ആയിട്ടുള്ളത്. ഇത് കുറച്ച് റെയർ ആണ്. ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് സബ്ജക്റ്റിന് ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, എംഫസൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കേസിൽ എന്തായിരിക്കും? വേർബ് സബ്ജക്റ്റ് കൗണ്ട് അനുസരിച്ച്, അതായത് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ, പ്ലൂറൽ ആണെങ്കിൽ വേർബ് പ്ലൂറൽ, അങ്ങനെയാണ് വരാം. ഈ കാര്യത്തിൽ തന്നെ ഇത് നോൺ ഹ്യൂമൻ പ്ലൂറൽ ആണ് സബ്ജക്റ്റ് വരുന്നതെങ്കിൽ വേർബ് എന്തായിരിക്കും? സിംഗുലർ ഫെമിനിൻ ആയിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. ബാക്കി ഞാൻ ഡ്രില്ലുകൾ തരാം. ഡ്രില്ലുകളുടെ ക്വസ്റ്റ്യൻസ് ചെറിയ തോതിൽ ട്വിസ്റ്റ് ചെയ്തിട്ട് തരാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾക്ക് റൂൾസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അവിടെ വെച്ച് നിർത്താണ്. അൽഹംദുലില്ലാഹ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.